ഹലോ കൂട്ടുകാരെ, തുരുമ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ക്യാപ്ഷൻ കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്താണെന്ന്. ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ്. നമ്മളൊരു പ്രഷർ വാഷർ അൺബോക്സ് ചെയ്യാൻ പോവുകയാണെന്ന്. അപ്പോൾ എല്ലാവർക്കും അറിയാമെന്നുള്ള കേസാണ്. നമ്മൾ ഇതുപോലെ ADVs ഉള്ള ആൾക്കാർക്ക് ഏറ്റവും വലിയൊരു പേടി സ്വപ്നമാണ് വണ്ടി കഴുകുന്നതെന്നുള്ളത്. അപ്പോൾ വണ്ടി കഴുകാൻ കൊടുത്ത് ഊപ്പാട് വന്നു എൻ്റെ. അപ്പോൾ ഇവിടെ വണ്ടികളുള്ളത് കൊണ്ട് തന്നെ ഒരു പ്രഷർ വാഷർ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ മേടിക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ മേടിക്കുന്നത്. പിന്നെ ഇതൊരു അൺബോക്സിങ് വീഡിയോ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുന്ന പോലത്തെ ഒരു വീഡിയോ ആണ്. ഒരിക്കലും ഇത് കണ്ടിട്ട് നിങ്ങൾ മേടിക്കാനായിട്ട് നോക്കരുത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രോഡക്റ്റ് മേടിക്കുന്ന സമയത്ത് അത് റിലേറ്റഡ് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ സർവീസ് ആണെങ്കിലും അതിൻ്റെ കംപ്ലയിൻറ്റ്സ് ആണെങ്കിലും അതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഓണർഷിപ്പ് റിവ്യൂ കാണണം. അതായത് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു ഓണർഷിപ്പ് റിവ്യൂ ഞാനൊരു 4 മാസം കഴിഞ്ഞിട്ട് ഇടുന്നതായിരിക്കും. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസിഷൻ, ആ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ഡിസിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ശക്തി ടെക്നോളജി S3 എന്ന് പറയുന്ന മോഡൽ. ശക്തി ടെക്നോളജിയുടെ S3 എന്ന് പറയുന്ന മോഡൽ. അത് എനിക്കൊന്ന് ആമസോണിൽ ഭയങ്കരമായിട്ട് പോസിറ്റീവ് റിവ്യൂ ഉള്ളൊരു പ്രോഡക്റ്റാണ്. പക്ഷേ അതിൻ്റെ സർവീസിനെ കുറിച്ചിട്ട് എനിക്ക് അറിയത്തില്ല. ഞാൻ അന്വേഷിച്ച സമയത്ത് ഭയങ്കര അഭിപ്രായമൊന്നും കണ്ടിട്ടില്ല. കംപ്ലയിൻസ് ആയിട്ടും കണ്ടിട്ടില്ല. അതേപോലെ തന്നെ സർവീസ് റെസ്പോൺസ്, അതിൻ്റെ ക്വാളിറ്റിയെ കുറിച്ചിട്ട് ആരും ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ റിസ്ക് എടുക്കുകയാണ്. സോ നമ്മുടെ പ്രോഡക്റ്റ് ഇതാ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ബൈക്കിൻ്റെ അടുത്ത് തന്നെ പോയിരുന്ന് അൺബോക്സ് ചെയ്യുക, അതല്ലേ ബൈക്കിന് വേണ്ടി മേടിച്ച സാധനമല്ലേ. സോ ലെറ്റ്സ് അൺബോക്സ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ അൺബോക്സിങ്ങിലോട്ട് കിടക്കാം. അതിനു മുന്നേ ഈ പ്രോഡക്റ്റ് ഞാൻ മേടിച്ചത് 4400 രൂപയ്ക്കാണ്. ഇപ്പോൾ ഓഫറൊന്നുമില്ല. ഈ ഒരു സമയത്ത് തന്നെ എനിക്ക് മേടിക്കേണ്ട അത്യാവശ്യം ആയതുകൊണ്ട് മേടിച്ചതാണ്. അപ്പോൾ 4400 രൂപയാണ്. അപ്പോൾ നിങ്ങൾ നോക്കുന്ന ആൾക്കാർ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് സ്പെക് ചാർട്ട് ഞാൻ പറയാം. പക്ഷേ ഫസ്റ്റ് ഏറ്റവും നിങ്ങൾ അറിയേണ്ട 120 ബാറാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ചാർട്ടിൽ പറയുന്ന ഇത്. അതായത് എനിക്കറിയാം നമ്മൾ പ്രഷർ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി. നോർമലി നമുക്ക് വണ്ടിയൊക്കെ വാഷ് ചെയ്യാനായിട്ട് ഒരു 100 ബാർ പ്രഷറുള്ള പ്രഷർ വാഷർ മതിയാവും. അപ്പോൾ 120 ഇപ്പോൾ ചെറുതായിട്ട് ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനാണെന്നുണ്ടെങ്കിലും 120 ബാർ സഫിഷ്യൻ്റ് ആണ്. പിന്നെ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയതിൽ എനിക്ക് മനസ്സിലായ കാര്യം, ഇത് ഒരുപാട് നേരം യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്കുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പ്രോഡക്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓണർഷിപ്പ് റിവ്യൂ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ മേടിക്കാനായിട്ട് നോക്കുക. ഓക്കെ, സോ നമുക്ക് നമ്മുടെ അൺബോക്സിങ് വീഡിയോയിലോട്ട് കിടക്കാം. വണ്ടി അത്യാവശ്യം നല്ല ഡേർട്ടിയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ബിക്കോസ് ഈ സാധനം ഓർഡർ ചെയ്തതിന് ശേഷം ഞാൻ വണ്ടി കഴുകിയിട്ടില്ല. വന്നതിന് ശേഷം വണ്ടി വാഷ് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ റിവ്യൂ തരാമെന്നുള്ള രീതിയിലാണ് ഞാൻ പ്ലാൻ ചെയ്തത്. സോ ഇനി ഞാൻ കത്തി അടിക്കുന്നില്ല, നമുക്ക് അൺബോക്സിങ് വീഡിയോയിലോട്ട് പോകാം. എൻ്റെ അമ്മി, അത്യാവശ്യം നല്ല ഹെവിയാണ് കേട്ടോ, നല്ല വെയിറ്റ് ഉണ്ട്. ഓക്കെ, ശക്തി ടെക്നോളജി ഹൈ പ്രഷർ വാഷ്. ആദ്യമേ തന്നെ നമുക്ക് ഇതിൻ്റെ യൂസർ മാനുവലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വാറണ്ടി കാർഡാണ്. യൂസർ മാനുവൽ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ നമ്മൾ സൂക്ഷിച്ച് ഇപ്പുറ സൈഡിലോട്ട് വെക്കുന്നു. ശേഷം ആദ്യമേ തന്നെ ടോപ്പിൽ കാണുന്നത് ഗണ്ണാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ കണക്ടർ. ഇത് നമ്മുടെ പൈപ്പിൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബക്കറ്റിൽ ഇടത്തില്ലേ, ഒരു വാട്ടർ സോഴ്സിൽ നിന്ന് എടുക്കുമ്പോൾ, പോണ്ടിൽ നിന്നാണെന്നുണ്ടെങ്കിലും വെക്കുമ്പോൾ ഫിൽറ്ററോട് കൂടിയ 2 കണക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, സൈഡിൽ ഇനി എക്സ്റ്റൻഷൻ റോഡാണ്. ഇത് നമ്മൾ ഇപ്പോൾ ലോങ് ആയിട്ട് നമ്മുടെ ഗണ്ണിൽ അറ്റാച്ച് ചെയ്യുന്ന സംഭവമാണ്. ഗണ്ണ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇങ്ങനെ കണക്ട് ചെയ്യാൻ വരുന്ന ഐറ്റമാണ്. സോ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം, പതയിൽ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് വണ്ടീനെ. സോ ഇതിൻ്റെ ക്വാളിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ക്വാളിറ്റി എന്ന് പറയണം കേട്ടോ. ഭയങ്കര പ്രീമിയം ക്വാളിറ്റി ഒന്നുമല്ല, ഓക്കെ ആ ഒരു ലെവലിലാണ്. ഇനി നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഹോസ്. ക്വാളിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതും ഓക്കെ ക്വാളിറ്റി എന്ന് പറയേണ്ടി വരും. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ്. ഇത് കുറച്ച് സീനാണ് കേട്ടോ, ഇത് പെട്ടെന്ന് പോവും, ഉറപ്പാണ്.
ഇനി മെയിൻ ഐറ്റം, നല്ല ഹെവിയാണ് ഗൈസ്, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഒരു തെർമോക്കോളും കൂടെ ഉണ്ട്, കൂടാതെ 2 കണക്റ്റേഴ്സും കൂടെ വരുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ തെർമോക്കോൾ അധികം പൊടിയൊന്നും വരാതെ ഒരു സൈഡിലോട്ട് വെക്കുന്നു. കണക്റ്റേഴ്സ് ഇവിടെ വെക്കട്ടെ. ഇതാണ് നമ്മുടെ മെഷീൻ. ഓക്കെ, അത്യാവശ്യം ലുക്കാണ് കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നല്ല വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ലുക്ക് വൈസ് പറയുകയാണെങ്കിൽ നൈസായിട്ടുണ്ട്. ഇപ്പോൾ ഓറഞ്ച് ഫ്രീ കളറൊക്കെയാണ്, അപ്പോൾ നല്ല രസമുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഇവിടെ ആയിട്ടൊരു ഗേജ് കാണിച്ചിട്ടുണ്ട്, പ്രഷർ ഗേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കണക്ഷൻസ് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് കണ്ടോ. ഞാൻ ക്ലോസപ്പ് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ അൺബോക്സിങ് പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ വണ്ടി കഴുകാനുള്ള ടൈമാണ്. സോ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഓടി വരാം. യെസ്, അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇത് കണക്ട് ചെയ്യാൻ പോവാണ്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് വേണ്ടത് ഇതാണ് നമ്മുടെ ഇൻലെറ്റ് പൈപ്പ്. അതായത് പൈപ്പിനുള്ളിൽ നിന്ന് അല്ലെങ്കിൽ ബക്കറ്റിനുള്ളിൽ നിന്ന് നമ്മൾ വെള്ളം ഇതിലോട്ട് മോട്ടറിലോട്ട് എത്തിക്കുന്നത് ഈ ഒരു പൈപ്പാണ്. ഇതിൽ കണക്ട് ചെയ്യേണ്ട സാധനം 2 എൻഡിലും വരുന്ന ഓരോ കണക്ടർ. ഇത് നമ്മുടെ ഇപ്പോൾ പൈപ്പിലാണ് കണക്ട് ചെയ്യുന്നത്. ഈ പൈപ്പിലോട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു കണക്ടറാണ്. ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ടൈറ്റാക്കി കൊടുക്കുമ്പോൾ പൈപ്പിൽ അറ്റാച്ച് ചെയ്തിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ബക്കറ്റിലാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ടാങ്ക് പോലെ സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഫിൽറ്ററുള്ള ഒരു ഇതും കൂടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏത് വേണമെങ്കിലും നമുക്ക് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ പൈപ്പിൽ നിന്ന് ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു എൻഡ് പൈപ്പിൽ അറ്റാച്ച് ചെയ്യാനുള്ള ഭാഗം ഞാനിവിടെ ഇടുന്നു. ഇതിന് മുന്നേ ഒരു കാര്യം, ഇതിപ്പോൾ ഞാൻ കണക്ട് ചെയ്ത് പോയി. ഇതിലൊരു അടപ്പ് പോലത്തെ ഒരു പാർട്ടും കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ഇവിടെ വരും. അത് നേരെ അറ്റാച്ച് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ടൈറ്റാക്കുക. അപ്പോൾ ഇൻലെറ്റ് പൈപ്പിൻ്റെ ഒരറ്റം റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത അറ്റത്തിൽ 2 കാര്യങ്ങളാണ് വരുന്നത്. ഈ 2 പാർട്ടുണ്ട്. ഇതിൽ ഇവിടെ നമ്മൾ പ്രഷർ അനുസരിച്ചിട്ടാണ് ഈ ഒരു സാധനം അറ്റാച്ച് ചെയ്യുന്നത്. ഇങ്ങനെ ഒന്ന് ഈ ഒരു പോർഷൻ ഇങ്ങനെ ബാക്കിലോട്ടൊന്ന് പുള്ളി ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിവിടെ അറ്റാച്ച് ചെയ്യാൻ പറ്റും. കണ്ടോ? ഓക്കെ, ഇവിടെയും ഒരു അടപ്പ് പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ട്. ഇത് നമ്മൾ ഇതേപോലെ ഊരിയിട്ട് ഇപ്പുറത്തെ എൻഡിൽ കണ്ടോ, ഈ എൻഡിൽ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇൻലെറ്റ് പൈപ്പ് സെറ്റായിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബട്ടൺ വരുന്നില്ലേ, പവർ ബട്ടൺ വരുന്നില്ലേ, ഇവിടെ ഇരിക്കുന്ന ഔട്ട്ലെറ്റാണ്. ഓക്കെ, ഇത് ഔട്ട്ലെറ്റും ഇത് ഇൻലെറ്റുമാണ്. ഓക്കെ, അപ്പോൾ അത് ആലോചിച്ചാൽ മതി. പവർ ബട്ടൺ വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് ബെറ്റർ. ഓക്കെ, അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മുടെ ഈ ഒരു അറ്റാച്ച്മെൻറ്റ് വരുന്നത്. ഈ ഒരു പാർട്ട് ഇങ്ങോട്ടേക്ക് അറ്റാച്ച് ചെയ്യണം. ഇത് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇത് മൗണ്ട് ചെയ്യാനായിട്ട് നോക്കുക. ഇതേപോലെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും കഴിഞ്ഞ ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൺ ആക്കിയിട്ട് വാട്ടർ സോഴ്സിൽ കൊടുത്തിട്ട് ഓൺ ആക്കിയതിന് ശേഷം ഇതിനകത്തെ പമ്പിനകത്തുള്ള പ്രഷർ ഇത് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ചെയ്യാനുള്ള കാര്യം. ഓൺ ആക്കിയിട്ട് ഇതിൽ നിന്ന് ഈ ഔട്ട്ലെറ്റിൽ നിന്ന് വെള്ളം വരുന്ന വരെ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കുക. അതാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് നമ്മുടെ ഔട്ട്ലെറ്റ് പൈപ്പാണ്. ഓക്കെ, അതായത് ഗണ്ണിലോട്ട് പോകുന്ന കണക്ഷനാണ് ഈ ഒരു പൈപ്പിൽ ചെയ്യേണ്ടത്. അതിപ്പുറത്തെ തൊട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇതിൻ്റെ ഔട്ട്ലെറ്റ് പൈപ്പ് വരുന്നത്. അവിടെ ഈ ഒരു പൈപ്പ് അറ്റാച്ച് ചെയ്യുക. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഇതാവും. എന്നിട്ട് ഈ വരുന്ന പോർഷൻ ഇതേപോലെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഞാൻ സ്ട്രൈറ്റ് വെച്ചതിന് ശേഷം ഇതേപോലെ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് ടൈറ്റ് ആക്കാവുന്നതാണ്. ഇതിപ്പോൾ സ്ട്രൈറ്റ് അല്ല, ഞാൻ സ്പീഡ് ചെയ്തുകൊണ്ടാണ്.
ഇതേപോലെ ഇങ്ങനെ ചെയ്ത് ഇത് ടൈറ്റ് ചെയ്യാം. ഓക്കെ, ഫുള്ള് ടൈറ്റ് ആക്കിയിട്ടില്ല കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മറ്റേ എൻഡ് ഇതുപോലെ ഗണ്ണിൻ്റെ താഴെ അതേപോലെ അറ്റാച്ച്മെൻ്റ് ഉണ്ട്, അവിടെ ഇതേപോലെ പുഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതേപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇതിൽ പല മോഡ്സ് ഉണ്ട്. നമുക്ക് ഇതേപോലെ അറ്റാച്ച് ചെയ്യാം, പല രീതിക്ക് അറ്റാച്ച് ചെയ്യാം. ഈ ഒരു പോർഷൻ നമുക്കിതാ കണ്ടോ, ഇത് ഡിറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ എക്സ്റ്റൻഡർ കൊടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. എക്സ്റ്റൻഷൻ റോഡ് കൊടുത്തിട്ട് അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. കേട്ടോ, ഇതിവിടെ വരും. ഓക്കെ, സോ നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് പോകാം. വണ്ടി കഴുകാനായിട്ട് പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കണക്ട് ചെയ്തേക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം. വീട്ടിൽ നിന്ന് നമ്മുടെ പ്ലാൻ മൊത്തം മാറ്റേണ്ടി വന്നു. പൈപ്പിൽ നിന്ന് അത്രയും നീളത്തിന് കിട്ടത്തില്ല, ആ ഒരു പൈപ്പിന് അത്രയും ലെങ്ത് ഇല്ലായിരുന്നു. സോ അതുകൊണ്ട് ബക്കറ്റ് ഓപ്ഷൻ തന്നെ നമ്മൾ ഫൈനലി ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണക്ട് ചെയ്തേക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇത് വീട്ടിനകത്ത് നിന്ന് വന്നേക്കുന്ന എക്സ്റ്റൻഷനാണ്. അപ്പോൾ എക്സ്റ്റൻഷനിൽ നിന്ന് നേരെ കണക്ട് ചെയ്ത് നമ്മുടെ മോട്ടർ ഇരിപ്പുണ്ട്. അപ്പോൾ രണ്ട് ഹോസും കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗണ്ണും എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ബക്കറ്റിലായിട്ടാണ് നമ്മുടെ ഫിൽറ്റർ എല്ലാം ഇറക്കി വെച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫോഴ്സ് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഓണാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഗണ്ണ് അപ്പോൾ എൻ്റെ കൈ ബാക്കിലോട്ട് പോയാണ്ടോ. ഈ ഒരു ഫോഴ്സിലാണ് ഉള്ളത്. അത്യാവശ്യം നല്ല പ്രഷറുണ്ട് കേട്ടോ. ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ കൈ റീകോയിൽ ചെയ്യും, ബാക്കിലോട്ട് വരും. പെട്ടെന്ന് ഒരു ഫോഴ്സ് ഇങ്ങനെ ജമ്പ് ചെയ്യുന്ന പോലത്തെ ഒരു സംഭവം വരും. സോ നമുക്ക് വണ്ടി കഴുകാം. ഓക്കെ ഗൈസ്, അപ്പോൾ പ്രോഡക്റ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. അതിൻ്റെ പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിലും പ്രഷർ ആണെന്നുണ്ടെങ്കിലും അടിപൊളിയായിട്ട് നമുക്ക് വണ്ടിയൊക്കെ ക്ലീൻ ചെയ്യാനാണെങ്കിലും അത്യാവശ്യം ഇൻ്റർലോക്കൊക്കെ ക്ലീൻ ചെയ്യാനാണെങ്കിലും അത്രയും നല്ല പ്രഷർ ഉണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. പിന്നെ ഒരു പ്രോഡക്റ്റ് മേടിക്കുന്ന സമയത്ത് ഇത് മാത്രമല്ല, അത് എത്ര നാൾ ലാസ്റ്റ് ചെയ്യും, അതേപോലെ തന്നെ അതിൻ്റെ നമ്മുടെ സർവീസ് കാര്യങ്ങൾ, അതൊക്കെയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രോഡക്റ്റ് അടിപൊളിയാണ്. ബാക്കി കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓണർഷിപ്പ് റിവ്യൂ നോക്കേണ്ടി വരും. അപ്പോൾ ഒരു 4 മാസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഓണർഷിപ്പ് റിവ്യൂ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രോഡക്റ്റ് മേടിച്ചിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. അപ്പോൾ മേടിക്കാനിരിക്കുന്ന ആൾക്കാരൊക്കെ ഒരുപാട് ഗുണം ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ വളരെയധികം അത്യാവശ്യമായിരുന്ന ഒരു പ്രോഡക്റ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതുപോലെ പ്രഷർ വാഷർ മേടിക്കാനായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഒരുപാട് ഇപ്പോൾ എങ്ങനെയുണ്ട് പ്രോഡക്റ്റ് എന്നുള്ളൊരു ഐഡിയ കിട്ടിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നെക്സ്റ്റ് വീക്ക് നമ്മൾ നമ്മുടെ 10,000 കിലോമീറ്റേഴ്സ് ഓണർഷിപ്പ് റിവ്യൂ ആണ് GS310. അപ്പോൾ വണ്ടി മേടിക്കാനിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ വണ്ടി ഓൺ ചെയ്യുന്ന ആൾക്കാർ മസ്റ്റായിട്ട് കാണുക. അപ്പോൾ എന്നിട്ട് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കാര്യങ്ങൾ മസ്റ്റായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ബൈ ബൈ.